കേരളം അറിയുന്ന ഒരു കലാകാരി കൊച്ചി നഗരത്തിലൂടെ രാത്രിയിൽ ഒരു ഓടിയ വാനിൽ അതിനിഷ്ഠൂരമായി ആക്രമിക്കപ്പെട്ടിട്ട് 8.5 വർഷത്തിനിപ്പുറം ആ കേസിൽ ഇന്ന് വിധി വന്നു. രാജ്യത്തെ ഞെട്ടിച്ച സമാനതകൾ ഏതുമില്ലാത്ത കൊടും ക്രൂര പീഡനം നടന്ന് 3215 ദിവസത്തിനിപ്പുറം വന്ന വിധിന്യായം. 438 ദിവസം നീണ്ട വിസ്താരം, 261 സാക്ഷികൾ കോടതിക്ക് മുന്നിലെത്തി. ഫോറൻസിക് റിപ്പോർട്ടുകളടക്കം പ്രോസിക്യൂഷൻ ഹാജരാക്കിയ 833 രേഖകൾ പരിശോധിച്ചു. എന്തൊക്കെ സംഭവിച്ചു ഈ 8.5 കൊല്ലം കൊണ്ട്? സമൂഹ മനസാക്ഷിയെ ഞെട്ടിച്ച വെളിപ്പെടുത്തലുകൾ, അപ്രതീക്ഷിത വഴിത്തിരിവുകൾ, അന്തം വിട്ടുപോയ മൊഴിമാറ്റങ്ങൾ. അതിനെല്ലാം ഇടയിലും പ്രക്ഷുബ്ധമായ കടൽത്തിരകളെ മുറിച്ചു കടക്കുന്ന പായക്കപ്പലിന്റെ അക്ഷോഭ്യനായ കപ്പിത്താനെ പോലെ അവൾ നടത്തിയ അചഞ്ചലമായ പോരാട്ടം. ഒരു ബലാത്സംഗ കേസിൽ രാജ്യം ഇന്നോളം കണ്ടിട്ടില്ലാത്ത സുദീർഘ നടപടിക്രമങ്ങൾക്കൊടുവിൽ ഗൂഢാലോചന കുറ്റം ചുമത്തപ്പെട്ട നടൻ ദിലീപ് കുറ്റവിമുക്തനാണ് എന്ന് കോടതി വിധിച്ചിരിക്കുന്നു. കുറ്റത്തിൽ നേരിട്ടിടപെട്ട 6 ക്രിമിനലുകൾ മാത്രം പ്രതികൾ. RDX പരിശോധിക്കുകയാണ് നീതി പുലർന്നോ നടിയെ ആക്രമിക്കപ്പെട്ട കേസിൽ. നടിയെ ആക്രമിച്ച കേസിൽ കുറ്റവിമുക്തനായി കോടതിക്ക് പുറത്തിറങ്ങിയ ദിലീപ് ആദ്യം ആഞ്ഞടിച്ചത് മുൻ പങ്കാളി മഞ്ജു വാര്യർക്കെതിരെയാണ്. ദൈവത്തിന് നന്ദി എന്ന ഒന്നാം വാചകത്തിന് പിന്നാലെ തന്നെ ദിലീപ് മഞ്ജു വാര്യർക്കെതിരെ തിരിഞ്ഞു. തനിക്കെതിരായി നടന്ന ക്രിമിനൽ ഗൂഢാലോചനയിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥയും ചില മാധ്യമങ്ങളും പങ്കാളികളായെന്ന് ദിലീപ് ആരോപിച്ചു. ഈ കേസിലെ ക്രിമിനൽ ഗൂഢാലോചന ഉണ്ട്. ആ ക്രിമിനൽ ഗൂഢാലോചന അന്വേഷിക്കണമെന്ന് മഞ്ജു പറഞ്ഞിടത്തുനിന്നാണ് എനിക്കെതിരെയുള്ള ഗൂഢാലോചന ആരംഭിച്ചത്. അതിന് അന്നത്തെ ഉയർന്ന ഒരു മേലുദ്യോഗസ്ഥയും അവര് തെരഞ്ഞെടുത്ത ഒരു സംഘം ക്രിമിനൽ പോലീസുകാരും ചേർന്ന് ആണ് ഇങ്ങനെ ഒരു നടപടി ഉണ്ടാക്കിയത്. ഈ പോലീസ് സംഘം ഒരു കള്ളക്കഥ മെനഞ്ഞെടുക്കുകയാണ് ചെയ്തത്. എന്നിട്ട് ഈ പോലീസ് സംഘം ചില മാധ്യമങ്ങളെയും അവർക്ക് ഒത്താശ ചെയ്തു കൊടുക്കുന്ന ചില മാധ്യമ പ്രവർത്തകരെയും കൂട്ടുപിടിച്ച് ഈ കള്ളക്കഥ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുകയും ചെയ്തു. വെറുതെ വിട്ട വിധിക്ക് പിന്നാലെ ദിലീപിനെതിരായ ഗൂഢാലോചനയിൽ ബി സന്ധ്യ IPS പങ്കുണ്ടെന്ന ആരോപണവുമാണ് നടന്റെ അഭിഭാഷകൻ ബി രാമൻപിള്ള ഉയർത്തിയത്. കള്ള തെളിവ് കൊണ്ട് മാത്രം ഒരു കേസ് ജയിക്കാനാകില്ല എന്നും ദിലീപിന്റെ അഭിഭാഷകൻ അഡ്വക്കേറ്റ് ബി രാമൻപിള്ള പറഞ്ഞു. ഒരു സീനിയർ ഉദ്യോഗസ്ഥയ്ക്ക് പങ്കുണ്ടെന്ന് എൻ്റെ ഒരു വിശ്വാസം തെളിവുണ്ട്. ദിലീപിനെ ടാർഗറ്റ് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വിചാരിക്കുന്നത്? ആദ്യഘട്ടത്തിൽ അവസാനം വരെ ലാസ്റ്റ് വരെ ഉണ്ടായിരുന്നു. അവര് പങ്ക് ഞാൻ പരമായിട്ട് സംശയിക്കുന്നുണ്ട്. ഇത് അന്തിമ വിധി അല്ലെന്നായിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥയായിരുന്ന ബി സന്ധ്യയുടെ പ്രതികരണം. മേൽക്കോടതികളുണ്ട്, അന്വേഷണ സംഘവും പ്രോസിക്യൂട്ടർമാരും നല്ല രീതിയിൽ ജോലി ചെയ്തെന്നും ബി സന്ധ്യ പറഞ്ഞു. തീർച്ചയായിട്ടും ഇത് അന്തിമ വിധിയല്ല. മേൽക്കോടതികൾ ഉണ്ട്. എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. തീർച്ചയായിട്ടും അന്തിമ വിധി വരെ വിക്ടിമിനൊപ്പം ഇൻവെസ്റ്റിഗേഷൻ ടീമും പ്രോസിക്യൂഷനും ഉണ്ടാവും. മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. ഒരുപാട് വെല്ലുവിളികൾ ഈ ട്രയലിൽ നേരിട്ടിട്ടുണ്ട്. അന്തിമ വിധി ആയിട്ടില്ലല്ലോ, നമുക്ക് കാത്തിരിക്കാം. മൊഴി കൊടുക്കുന്ന സമയത്ത് കോടതി മുറിയിൽ തന്നെ പരിഹാസം നേരിട്ടിരുന്നുവെന്ന് കേസിലെ സാക്ഷിയായ ജിൻസൺ പറഞ്ഞു. പറഞ്ഞത് പലതും ഗൗരവത്തോടെ എടുത്തില്ല. സ്വാധീനിക്കാൻ ശ്രമങ്ങൾ ഉണ്ടായെങ്കിലും നൽകിയ മൊഴിയിൽ ഉറച്ചു നിൽക്കുകയായിരുന്നുവെന്നും ജിൻസൺ പറഞ്ഞു. ഞാൻ ഓരോ മൊഴികൾ പറയുന്ന സമയത്തും അവിടെ കോടതി മുറികളിൽ തന്നെ ഇരുന്ന് പരിഹസിക്കുന്ന രീതിയിലും പരിഹസിച്ച് സംസാരിക്കുന്ന രീതിയിലാണ് എനിക്കത് മനസ്സിലായിട്ടുള്ളത്. അപ്പോൾ അത്തരമൊരു സംവിധാനത്തിൽ ഇത്തരമൊരു വിധി വന്നു എന്ന് പറഞ്ഞാൽ അതിശയിക്കാനില്ല. വീണ്ടും ഒരു പുനരന്വേഷണമോ മറ്റു കാര്യങ്ങളോ വരേണ്ട ഒരു സാഹചര്യമാണെങ്കിൽ വീണ്ടും റീവിസ്താരത്തിൻ്റെ ആവശ്യം വരും. ആ സമയത്താണെങ്കിൽ ആ സമയത്ത് നിലവിലെ നിലപാടും മുമ്പെടുത്ത നിലപാടും ആയിട്ട് തുടർന്ന് മുമ്പോട്ട് പോകും. അതിൽ യാതൊരു മാറ്റമില്ല. കുറ്റവിമുക്തനായതിന് പിന്നാലെ ദിലീപിനെ സ്വീകരിക്കാനൊരുങ്ങുകയാണ് സിനിമാ സംഘടനകൾ. ദിലീപിന്റെ അംഗത്വത്തിൽ ആലോചിച്ച് തീരുമാനമെടുക്കുമെന്ന് ഫെഫ്ക ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണൻ ഇന്ന് പറഞ്ഞു. ഇന്ന് വിധിയിലൂടെ അദ്ദേഹം കുറ്റവിമുക്തനായി മാറിയിരിക്കുകയാണ്. ആ സാഹചര്യത്തിൽ തീർച്ചയായും അദ്ദേഹത്തിൻ്റെ അംഗത്വത്തെ സംബന്ധിച്ചിട്ടുള്ള തുടർ നടപടികൾ എന്തായിരിക്കണമെന്ന് നമ്മൾ ഡയറക്ടേഴ്സ് യൂണിയനോട് ആലോചിക്കാൻ ആവശ്യപ്പെടുന്നുണ്ട്. ദിലീപ് തെറ്റുകാരനല്ല എന്ന് തന്നെയാണ് അന്നും ഇന്നും വിശ്വാസമെന്ന് അമ്മ വൈസ് പ്രസിഡന്റ് ലക്ഷ്മി പ്രിയ പ്രതികരിച്ചു. എനിക്കതൊരു സന്തോഷം തരുന്ന വാർത്ത തന്നെയാണ്. കാരണം ദിലീപേട്ടനെ പോലൊരാൾ അന്നും ഇന്നും ഞാൻ അത് തന്നെ പറയുന്നത്. അദ്ദേഹം അങ്ങനെ തെറ്റ് ചെയ്തു എന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. എന്ന് വെച്ചിട്ട് ഞാൻ നടിക്കൊപ്പം അല്ല എന്നല്ല അതിൻ്റെ അർത്ഥം.
ദിലീപിനെ സംഘടനയിൽ തിരിച്ചെടുക്കുമെന്ന് ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ബി രാഗേഷും പറഞ്ഞിരുന്നു. അതാണ് പ്രതികരണങ്ങൾ. ഹർഷ, ഇതിൻ്റെ വിശദാംശങ്ങളൊക്കെ ഇപ്പോൾ ജനങ്ങൾക്ക് അറിയാം. മുഴുവൻ വാർത്തയും പകൽ മുഴുവൻ ആളുകൾ ടി വിക്ക് മുമ്പിൽ ഇരുന്ന് കണ്ടിട്ടുണ്ടാവും. എന്താ ടേക്ക് ഹർഷൻ്റെ? അല്ല, എനിക്കിതിനകത്ത് പറയാനുള്ളത്, സ്വാഭാവികമായും ഈ കോടതി വിധി വന്നതിന് ശേഷം, വിധി പകർപ്പ് പഠിച്ചതിന് ശേഷമാണ് ആ വിധിയെ വിമർശിക്കേണ്ടത്. സാധാരണ നിലയിൽ അതാണ് ചെയ്യേണ്ടത്. അങ്ങനെയേ ചെയ്യാവൂ എന്നാണ് പലപ്പോഴും പല വിധികളും വരുന്ന സമയത്ത് ഇത്തരം ചർച്ചകളെക്കുറിച്ച് കോടതി നിർദ്ദേശിച്ചിട്ടുള്ളത്. മാത്രമല്ല, വിധിയെയാണ് വിമർശിക്കേണ്ടത്, ന്യായാധിപനെ അല്ല എന്നുള്ളതും നിലനിൽക്കുന്ന ഒരു തത്വമാണ്. പക്ഷേ ഇവിടെ പ്രശ്നം, ഇവിടെ സനീഷ്, നേരത്തെ ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യർ പറഞ്ഞിട്ടുണ്ട്, ഈ നീതി നടപ്പായാൽ പോരാ, നീതി നടപ്പാക്കി എന്ന് സമൂഹത്തിന് ബോധ്യപ്പെടുക കൂടി വേണം എന്ന്. ആ നിലയ്ക്ക് വേണം നീതി നടപ്പാക്കാനെന്ന്. അത് തന്നെയാണ് ആത്യന്തികമായി നീതിയുടെ നടപ്പാക്കലിൽ ഭരണഘടന ഉദ്ദേശിക്കുന്നതും അതുതന്നെയാണ്. പക്ഷേ ഇവിടുത്തെ പ്രശ്നം, നമുക്ക് സങ്കടകരമായ ഒരു കാര്യം പറയേണ്ടിയിരിക്കുന്നു. ഈ കോടതിയിൽ നിന്ന് നീതി കിട്ടും എന്ന് അതിജീവിത തന്നെ കരുതിയിരുന്നില്ല എന്ന ഒരവസ്ഥയുണ്ട് എന്നാണ്. അത് ആ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഈ കേസ് നടന്നുകൊണ്ടിരുന്നത്. തുടർച്ചയായി ഈ കോടതി മാറ്റണം എന്നും അല്ലെങ്കിൽ ഈ ന്യായാധിപനെ ആ നിലയ്ക്ക് വിശ്വാസത്തിലെടുക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമില്ല എന്നും ഏകപക്ഷീയമായ അല്ലെങ്കിൽ ബയാസ്ഡ് ആയിട്ടുള്ള ഒരു ഇടപെടൽ ഉണ്ടാവുന്നു എന്നുമൊക്കെയുള്ള ആരോപണം തുടർച്ചയായി ഉയർന്ന ഒരു കേസാണ് ഇത്. ആ നിലയ്ക്ക് തന്നെ ആ നിലയ്ക്കുള്ള വിഷയങ്ങളും ചർച്ച ചെയ്ത് തന്നെ പോകേണ്ടിയിരിക്കുന്നു എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം സങ്കടകരമായ അവസ്ഥയാണ്. പക്ഷേ ആ കാര്യം പറയാതിരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് നമുക്ക് മുന്നിലുള്ള വാസ്തവം. ഇതിൽ നീതി നടപ്പായോ എന്ന് ചോദിച്ചാൽ കോടതി വിധി വരണം, അതിനുശേഷമാണ് അതിൻ്റെ സൂക്ഷ്മമായ അംശങ്ങളെക്കുറിച്ച് പഠിച്ച് നമുക്ക് പറയാൻ കഴിയൂ. പക്ഷേ ഇപ്പോൾ നമുക്ക് മുന്നിലുള്ളത് എന്താണ്? അതായത് ഇവിടെ ഒരു ബലാത്സംഗം നടന്നിരിക്കുന്നു, ക്രൂരമായ ആക്രമണം നടന്നിരിക്കുന്നു, ഈ കൊച്ചി നഗരത്തിൽ നടി ആക്രമിക്കപ്പെട്ടിരിക്കുന്നു എന്നത് നേരത്തെ തന്നെ നമ്മളിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസിൽ തെളിവുകൾ ആദ്യം വന്നതുപോലെ ഈ കേസിലും ആദ്യം തന്നെ തെളിവുകൾ അന്വേഷണ സംഘത്തിന് മുന്നിൽ എത്തിയതാണ്, കിട്ടിയതാണ്, കോടതിക്ക് മുന്നിലെത്തിയതാണ്, ഭരണകൂടത്തിന് മുന്നിലെത്തിയതാണ്. അപ്പോൾ അങ്ങനെ ഒരു കേസിൽ പിന്നീട് അതിൻ്റെ തുടർ നടപടികളിലേക്ക് കടക്കുമ്പോൾ കൃത്യമായി ആ പ്രതികളെ പിടികൂടുന്നു, ബലാത്സംഗം നടത്തിയിട്ടുണ്ടെന്ന് കണ്ടെത്തുന്നു. അപ്പോൾ ആ കാര്യം ഇപ്പോൾ കോടതിയും അംഗീകരിക്കുന്നു, സംഭവിച്ചിട്ടുണ്ട്, ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് ഈ നടി. അതായത് ഈ നഗരത്തിരക്കിൽ ഒരു നടി അങ്ങേയറ്റം നിസ്സഹായയായി ഒരു ഓടുന്ന വാഹനത്തിനുള്ളിൽ ബലാത്സംഗം ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന് കോടതിയും അംഗീകരിക്കുന്നു. അത് ചെയ്തത് ഈ നികൃഷ്ടരായ ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ള പ്രതികളാണ് എന്നതും കോടതി കണ്ടെത്തിയിരിക്കുന്ന ഒരു കുറ്റക്കാരാണ്. ഏറ്റവും പരമാവധി ശിക്ഷ അവർക്ക് ലഭിക്കുക തന്നെ വേണം. കോടതി അതിലേക്ക് നീങ്ങുന്നു എന്നുള്ള പ്രത്യാശ തന്നെയാണ് എനിക്കുള്ളത്. ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷേ ഇത് എന്തുകൊണ്ടാണ്, ഇതിലൊരു ഗൂഢാലോചനയുണ്ട് എന്നുള്ള ആരോപണം നേരത്തെ ഉയരുന്നു. ആ ഗൂഢാലോചനയുടെ സാഹചര്യ തെളിവുകളെല്ലാം വരുന്നു. ഈ നടിയോട് വിദ്വേഷമുണ്ട് ഈ ദിലീപിന് എന്നുള്ളത് സംബന്ധിച്ചുള്ള കൃത്യമായ തെളിവുകൾ നമുക്ക് മുന്നിൽ വരുന്നു. ആ കാര്യങ്ങളെല്ലാം സിനിമാ മേഖലയിലുള്ളവർ തന്നെ ആവർത്തിച്ച് പറയുന്നു. അതിന് ഇതിനൊക്കെ സാക്ഷികളായവർ സ്വമേധയാ മുന്നിലേക്ക് വന്നു. ബാലചന്ദ്രകുമാറിനെ പോലെയുള്ള ആളുകൾ കാര്യങ്ങൾ പറയുന്നു. കോടതി ഈ പറഞ്ഞ 11 ദിവസമാണ് ഈ അതിജീവിതയെ ട്രയൽ ചെയ്തത്, ക്രോസ് വിസ്താരത്തിന് വിധേയയാക്കിയത്. ആ 11 ദിവസവും അവർ ക്രൂരമായ ഈ വാഹനത്തിൽ നേരിട്ടതിന് സമാനമായ വാചികമായ അത്തരം പ്രയോഗങ്ങൾക്ക് ഇരയാകുന്ന സാഹചര്യം ഉണ്ടാകുന്നു ആ കോടതി മുറിക്കുള്ളിൽ. ഇത് ഇൻ ക്യാമറ ആൻഡ് പ്രൊസീജിയറാണ്, അതുകൊണ്ട് ആരും ഇത് റിപ്പോർട്ട് ചെയ്യരുത്, ആ നിലയ്ക്ക് ആർക്കും ഈ കാര്യത്തിൽ പുറത്ത് ആരും അറിയരുത് എന്നൊക്കെ പറയുമ്പോഴും പിന്നീട് ഇത് എങ്ങനെയാണ് വാർത്തയാവുന്നത്? ആരാണ്? നമ്മളാരും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതിജീവിതയും സർക്കാരും പ്രോസിക്യൂഷനും കോടതിക്കെതിരെ തിരികെയാണ്. അതായത് അവിടെ നടക്കുന്നത് ഇതൊക്കെയാണ് എന്ന് അവർ വിളിച്ചു പറയുന്ന സ്ഥിതി ഉണ്ടാകുന്നു. സർക്കാരിന് കോടതിയിൽ വിശ്വാസമില്ലാതെ വരുന്നു, പ്രോസിക്യൂഷന് കോടതിയിൽ വിശ്വാസമില്ലായിരുന്നു. ആദ്യത്തെ സുരേഷൻ രാജിവെച്ച് ഇറങ്ങിപ്പോകുന്നു, കോടതിയോട് തർക്കിച്ച് രാജിവെച്ച് ഇറങ്ങിപ്പോകുന്നു. അതിനുശേഷം വന്ന സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറും കോടതിയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയാണ്, അവസാനിപ്പിക്കുകയാണ് കേസുമായി മുന്നോട്ട് പോകുന്ന ഒരു നടപടി. അവരെല്ലാം അപമാനിക്കപ്പെടുന്നു എന്നത് തന്നെയാണ് അവർ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത് കോടതിയിൽ. അവരാരും കേസുകൾ കണ്ടിട്ടില്ലാത്തവരോ കോടതി എന്താണെന്ന് അറിയാത്തവരോ അല്ല. പക്ഷേ അവിടെ അവർ അപമാനിക്കപ്പെടുന്നു എന്നുള്ള ആരോപണം അവർ ഉന്നയിച്ചിരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായും നമുക്ക് ഈ പറയുന്ന പോലെ റീസണബിൾ അപ്രിഹെൻഷൻ ഓഫ് ബയസ് എന്നുള്ള ചിന്ത, ആ ആശങ്ക, ആ ഭയം, അതുമായി സ്വാഭാവികമായും മേൽക്കോടതികളെ സമീപിക്കാം. ഇവർ മേൽക്കോടതികളെ സമീപിച്ചിട്ടുണ്ട്, തുടർച്ചയായി മേൽക്കോടതികളെ സമീപിച്ചിട്ടുണ്ട്. പക്ഷേ അവിടെ കോടതി ആ കാര്യത്തിൽ, അതായത് ഏറ്റവും ശക്തമായ തെളിവുകളുമായി വന്നാൽ മാത്രമേ കോടതി ഇടപെടാവൂ എന്നാണ്. ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്?
ഇതിലെന്തൊക്കെയോ ഒരു കുഴപ്പമുണ്ട്. കോടതിയെ നമുക്ക് അങ്ങനെ വിശ്വസിക്കാൻ കഴിയില്ല എന്ന്, അതായത് കോടതിയിൽ വിശ്വാസം നഷ്ടപ്പെട്ടാൽ എല്ലാം നഷ്ടപ്പെടുന്നു. കാരണം ആത്യന്തികമായി ഭരണഘടനയിലുള്ള വിശ്വാസമാണ് കോടതിയിലൂടെ നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത്? ഈ ആളുകൾ മുഴുവൻ ഈ ഭരണഘടന അല്ലെങ്കിൽ ഈ സർക്കാരും പ്രോസിക്യൂഷനും അതിജീവിതയും ഈ ഭരണഘടനയും കോടതിയിലും വിശ്വസിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഇവരെ ഞങ്ങൾക്ക് വിശ്വാസമില്ല എന്ന് പറഞ്ഞ് അവർ മേൽക്കോടതികളെ സമീപിക്കേണ്ട സാഹചര്യം ഉണ്ടാക്കിയത് തന്നെ തെറ്റ്. അത്തരമൊരു സാഹചര്യം ഉണ്ടാക്കിയത് തന്നെ തെറ്റ്. അതല്ലാതെ തന്നെ ഈ കേസുകൾ കേൾക്കാൻ കഴിയില്ലേ? എനിക്കതാ മനസ്സിലാവുന്നില്ലാത്തത്. അത്തരമൊരു സാഹചര്യം കോടതിയിൽ സൃഷ്ടിക്കാതെ തന്നെ ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ലേ എന്നുള്ള ന്യായമായ സംശയമാണ് എനിക്കുള്ളത്. നമുക്കറിയാം കോടതിയിൽ നടന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന്. പലതും ആ സമയത്ത് ഈ ഇൻ ക്യാമറ പ്രൊസീജിയർ ആയതുകൊണ്ട് നമുക്ക് വിളിച്ചു പറയാൻ കഴിയുമായിരുന്നില്ല എന്നത് മാത്രമാണ് വാസ്തവം. എത്ര നികൃഷ്ടമായ ഇടപെടലുകളും ചോദ്യങ്ങളുമാണ് അതിജീവിതയ്ക്ക് നേരെ ഉയർന്നതെന്ന് മാധ്യമങ്ങൾക്ക് തന്നെ അറിയാം. പക്ഷേ ആ നിലയ്ക്ക് ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകേണ്ട സാഹചര്യം ഒരിക്കലും ഇല്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ഒന്ന് സംഭവിച്ചാൽ കോടതി എപ്പോഴും ഏറ്റവും ശക്തമായ തെളിവുണ്ടെങ്കിൽ മാത്രമേ മേൽക്കോടതികൾ ആ നിലയ്ക്ക് ഈ റീസണബിൾ അപ്രിഹെൻഷൻ ഓഫ് ബയസ് ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് എന്തെങ്കിലും ഒരു നടപടി അല്ലെങ്കിൽ കോടതി മാറ്റുകയോ മറ്റെന്തെങ്കിലും നടപടികളിലേക്ക് കിടക്കും. കാരണം അല്ലെങ്കിൽ ആത്യന്തികമായി കോടതിയിൽ വിശ്വാസം നഷ്ടപ്പെടുന്ന സാഹചര്യമാണ്. അതുകൊണ്ട് പാടില്ല. ഇവിടെ നഷ്ടപ്പെടാനുള്ള സാഹചര്യം ഈ കോടതി സൃഷ്ടിച്ചിട്ടില്ലേ? കാരണം ഇതിൻ്റെ ഡേറ്റ കാർഡിൻ്റെ മെമ്മറി കാർഡിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട് അതിൽ ഹാഷ് വാല്യൂവുമായി ബന്ധപ്പെട്ട് അതായത് മെമ്മറി കാർഡ് പരിശോധിക്കണമെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ പറയുന്നു. കോടതി അംഗീകരിക്കുന്നില്ല. ഫോറൻസിക് റിപ്പോർട്ടിൽ എന്താണുള്ളത്? ഇത് തുറന്നു പരിശോധിക്കപ്പെട്ടിരിക്കുന്നു, ഈ ദൃശ്യങ്ങൾ കണ്ടിരിക്കുന്നു എന്നുള്ളത്. ഏത് കോടതിയിലിരിക്കുമ്പോൾ, മെമ്മറി കാർഡ് കോടതിയിലിരിക്കുമ്പോൾ അത് തുറന്ന് കണ്ടിട്ടുണ്ട് എങ്കിൽ എങ്ങനെയാണ് പിന്നെ ഈ കോടതിയെ നമുക്ക് വിശ്വസിക്കാൻ കഴിയുക? എങ്ങനെയാണ് കോടതിയെ വിശ്വസിക്കാൻ കഴിയുക? അപ്പോൾ കോടതിയെ വിശ്വസിക്കാനാവാത്ത ഒരു സ്ഥിതി ഇവിടെ സൃഷ്ടിച്ചത് ആരാ? നമ്മളാരുമല്ല, സർക്കാരല്ല, ഇവിടുത്തെ പോലീസല്ല, ആരുമല്ല, അത് കോടതി തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഒരു വിവരം ലഭിച്ചതിന് ശേഷം കോടതി എന്താ ചെയ്തത്? 2 വർഷം അതേക്കുറിച്ച് കമാന്ന് മിണ്ടിയിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട് ഇത് പരിശോധിക്കണം, ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്, അത് പരിശോധിക്കണമെന്ന് പറയുമ്പോൾ അത് പരിശോധിക്കാനുള്ള അവസരം നൽകുന്നില്ല കോടതി എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും വേദനാജനകമായി തോന്നുന്ന കാര്യം. കാരണം നിയമവ്യവസ്ഥയിലുള്ള വിശ്വാസം നഷ്ടപ്പെടുന്ന തരത്തിൽ കോടതി ഈ കാര്യത്തിൽ പ്രവർത്തിച്ചു എന്ന് എനിക്ക് എന്തെങ്കിലും ഇനിയിപ്പോൾ കോടതി ഏതെങ്കിലും ഒരു തരത്തിലൊരു ഇത്തരത്തിലൊന്നും വിമർശിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാലും ഞാൻ വിമർശിക്കും. കാരണം ആ നിലയ്ക്കുള്ള തെളിവുകളാണ് നമുക്ക് മുന്നിലുള്ളത്. അങ്ങനെയുള്ള പ്രവൃത്തിയാണ് കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. അത് വിമർശിക്കാതെ നമുക്ക് പോകാൻ കഴിയില്ല. അപ്പോൾ ആ ഹാഷ് വാല്യൂ മാറിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് എന്താ മനസ്സിലാക്കേണ്ടത് സനീഷേ? നമ്മളെന്താ മനസ്സിലാക്കേണ്ടത്? ആ ദൃശ്യങ്ങൾ കണ്ടിരിക്കുന്നു. അതൊരു പക്ഷേ കോടതിയിൽ നിന്ന് പുറത്തു പോയില്ല എന്ന് എങ്ങനെയാണ് പറയാൻ കഴിയുക? അത് കോടതിയിൽ നിന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ, അത് മറ്റാരോ അവിടെ കോടതിയിൽ നിന്ന് ഇത് മെമ്മറി കാർഡ് എടുത്തത് കണ്ടിട്ടുണ്ടെങ്കിൽ അത് പുറത്തു പോയിട്ടില്ല എന്ന് നമുക്ക് എങ്ങനെയാണ് പറയാൻ കഴിയുക? നാളെ ഒരു ദിവസം ഇത് ലീക്കാവില്ല എന്ന് നമുക്ക് എങ്ങനെയാണ് പറയാൻ കഴിയുക? ഇതെല്ലാം സംഭവിക്കാവുന്ന ഒരു സാഹചര്യം മുന്നിലുള്ള ഒരു കേസിനെ ഇത്തരത്തിൽ ഇപ്പോൾ സാക്ഷികൾ വന്ന് പറയുമ്പോൾ ഒരൊറ്റ കാര്യം കൂടി ഞാൻ പറഞ്ഞു നിർത്താം. അതായത് ജിൻസൺ എന്ന് പറഞ്ഞ സാക്ഷി പറഞ്ഞില്ലേ, ജിൻസൺ പറഞ്ഞത് എന്താണ് കാര്യം? ഇപ്പോൾ അയാളൊക്കെ ഈ ജയിലിൽ കിടന്നിട്ട് വന്നയാളല്ലേ, അതിനെ എങ്ങനെയാണ് പൂർണ്ണമായി വിശ്വസിക്കാൻ കഴിയുക എന്നൊക്കെ ആളുകൾ പറയുമെങ്കിലും ഞാനൊരു കാര്യം, എനിക്ക് തോന്നുന്ന ന്യായമായ സംശയം, ആ കോടതി നടപടി ഉണ്ടാവുന്നു, എനിക്ക് പണം തന്ന് സ്വാധീനിക്കാനുള്ള ശ്രമം ഉണ്ടാവുന്നു എന്ന് അയാൾക്ക് പറയേണ്ട കാര്യമില്ല. അയാൾക്ക് വേണമെങ്കിൽ പണം വാങ്ങിച്ചുകൊണ്ട് ഒത്തുതീർപ്പിൽ എത്താവുന്നതേ ഉള്ളൂ. വേണമെങ്കിൽ അയാൾ ആഗ്രഹിച്ചാൽ പണം കിട്ടാവുന്ന ഒരു പൊസിഷനിലാണ് അയാൾ നിൽക്കുന്നത്. ആ കാര്യം പറയുമ്പോൾ കോടതി ഒന്നടങ്കം, പ്രോസിക്യൂഷൻ ഒഴികെ ഒന്നടങ്കം പരിഹസിച്ച് ചിരിക്കുകയും അവഹേളിക്കുകയാണ് ചെയ്തത്. ഇതിനെ തടഞ്ഞില്ല. ഈ അതിജീവിതക്കെതിരെ ഉണ്ടായ രൂക്ഷമായ ചോദ്യങ്ങൾ അല്ലെങ്കിൽ അവഹേളനം, അതിനെ കോടതി ഒരു ഘട്ടത്തിലും തടഞ്ഞിട്ടില്ല. അതിജീവിത ആ കോടതി മുറിക്കുള്ളിൽ പൊട്ടിക്കരഞ്ഞു, കോടതി തടഞ്ഞിട്ടില്ല. അവിടെ ഇൻ ക്യാമറ പ്രൊസീജിയർ ആരും വരരുത് എന്ന് പറയുന്നത് 20-ലേറെ അഭിഭാഷകരെയാണ് പ്രതിഭാഗം അവിടെ കൊണ്ട് കുത്തി നിറച്ചത്. എന്തിനാണ്? അതിജീവിതയെ പാനിക്കാക്കാൻ, സ്വതന്ത്രമായി ആത്മവിശ്വാസത്തോടെ കാര്യങ്ങൾ പറയാതിരിക്കാനുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ്രതിഭാഗം അത് ചെയ്യുന്നത്. അത്രയും പേരവിടെ ഉണ്ട്, അത് ഒഴിവാക്കണം എന്നുള്ള ഒരു നിലപാടിലേക്ക് കോടതി പോയില്ല. അതുകൊണ്ട് കോടതിയെ വിമർശിക്കത്തക്ക സാഹചര്യം തന്നെ ഈ വിധി വരുന്നതിന് മുമ്പ് നമുക്ക് മുന്നിലുണ്ട്. വിധി വന്നതിന് ശേഷം അത് പഠിച്ച് ബാക്കി എന്താണെന്ന് നമുക്ക് നോക്കാം. അതെ, കറക്റ്റ്. ഇതിനകത്ത് ഇതൊരു അസാധാരണമായിട്ടുള്ള വിധിയാണ് എന്ന കാര്യത്തിൽ ഒരുപാട് ആളുകൾക്ക് അഭിപ്രായമുണ്ട്. പക്ഷേ ഇതൊരു ഷോക്കിംഗ് ആയിട്ടുള്ള വിധിയാണ് എന്ന അഭിപ്രായം ആർക്കുമില്ല. അതായത് ഈ അതിജീവിതയ്ക്ക് വേണ്ടി നിന്ന ആളുകളടക്കം കഴിഞ്ഞ ദിവസത്തെ പരാമർശങ്ങൾ എടുത്തു നോക്കിയാൽ ഇത് പ്രതീക്ഷിക്കുന്ന ഒരു വിധിയാണ്. ഒരുപക്ഷേ കോടതി ഇക്കാര്യങ്ങൾ പരിശോധിച്ചിട്ട് മറിച്ചൊരു വിധി പറഞ്ഞേക്കാമെന്ന പ്രത്യാശ ഉണ്ടായിരുന്നു ചിലർക്കെങ്കിലും എന്നല്ലാതെ ഇതൊരു അസാധാരണമാം വിധം അയ്യോ ഷോക്കിംഗ് എന്ന മട്ടിൽ ആരും എടുത്തിട്ടില്ല എന്നതാണ് പ്രതികരണം കേട്ടാൽ നമുക്ക് തോന്നുക ഈ കേസുമായി ബന്ധപ്പെട്ട്. കാരണം ഇത് തുടക്കം മുതൽ ഒരുപക്ഷേ എനിക്ക് തോന്നുന്നു ഈ കേസ് കോടതിയിലെത്തിയിട്ട്
ആദ്യത്തെ മാസം തൊട്ട് തന്നെയും ഈ കേസ് അസാധാരണമായ വഴികളിലൂടെയാണല്ലോ പോകുന്നത് എന്ന തോന്നൽ ഈ കേസിനൊപ്പം നിൽക്കുന്ന ആളുകൾക്കെല്ലാം തന്നെ ഉണ്ടായിരുന്നു. ഹർഷനത്തിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഇതിനകത്ത് പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് ദിലീപ് പറഞ്ഞ ആദ്യ വാചകത്തിൽ ആദ്യം ദൈവം, രണ്ടാമത്തേതിൽ മഞ്ജു, രണ്ടുപേര് പരാമർശിക്കപ്പെടുന്നത്. ദൈവത്തിന് അനുകൂലമായിട്ടും നന്ദിയും മഞ്ജു വാര്യർക്ക് എതിരായിട്ടും. മഞ്ജു വാര്യരുടെ പ്രസ്താവനയോടെയാണ് ഇതിന് പിന്നിൽ ക്രിമിനൽ ഗൂഢാലോചന ഉണ്ടെന്ന് മഞ്ജു പറഞ്ഞതോടെയാണ് എനിക്കെതിരെയുള്ള ഗൂഢാലോചന തുടങ്ങിയത് എന്നാണ് ദിലീപ് പറഞ്ഞത്. പക്ഷേ അതിനകത്തുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിനകത്തൊരു ഗൂഢാലോചനയുണ്ട് എന്ന് മഞ്ജു പറഞ്ഞിട്ടല്ല, ദിലീപ് ഇപ്പോൾ പറയുന്നത് പോലെ മഞ്ജു പറഞ്ഞിട്ടല്ല പോലീസിൻ്റെയും അന്വേഷണ സംഘത്തിൻ്റെയും മുന്നിലേക്ക് വന്നത്. അത് ആദ്യം ഈ ആക്ട് നടക്കുമ്പോൾ തന്നെയും അതിന് അവലംബമായിട്ടുള്ള കാര്യം നടന്നിട്ടുണ്ട്. ഇതൊരു കൊട്ടേഷനാണ് നിങ്ങൾക്കെതിരായിട്ടുള്ളത് എന്ന് ഈ ആക്ട് ചെയ്യുന്ന ക്രിമിനൽ ഈ ഇരയോട്, അതിജീവിതയോട് പറഞ്ഞിട്ടുണ്ട്. അത് ഇവരുടെ ആദ്യ മൊഴി തൊട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുന്നുണ്ടല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ആക്ട് ചെയ്ത ആളുകൾ മാത്രം ചെയ്യുന്നതല്ല എന്ന് ആദ്യം തന്നെയുമുണ്ട്. പക്ഷേ ദിലീപ് പുറത്തേക്ക് ഇറങ്ങിയിട്ട് നോക്കൂ, ആർക്കെതിരെയാണ് ചൂണ്ടുന്നത്? അതായത് ഗൂഢാലോചനയുണ്ട്. ഈ ക്രിമിനൽ ആക്ട് നടത്തിയ ആളുകൾ മാത്രമല്ല കുറ്റക്കാർ എന്നത് പോലീസിൻ്റെയും അന്വേഷണ സംവിധാനത്തിൻ്റെയും ജുഡീഷ്യൽ സംവിധാനത്തിൻ്റെയും മുന്നിലേക്ക് വരുന്നത് മഞ്ജു വാര്യർ പ്രസംഗിച്ചതുകൊണ്ടല്ല. അത് ഈ ആക്ട് നടന്ന് 3-4 ദിവസങ്ങൾക്ക് ശേഷം ഇവിടെ നടത്തിയ മറൈൻ ഡ്രൈവ് പരിപാടിയിലാണ് അവർ സംസാരിച്ചത്. അതിനു മുമ്പ് ഈ ആക്ട് നടക്കുമ്പോൾ തന്നെയും ഇതിന് പിന്നിൽ മറ്റാളുകളുണ്ട്, ഇത് കൊട്ടേഷനാണ് എന്ന കാര്യം ഇയാൾ പറഞ്ഞിട്ടുണ്ട്. അത് അതിജീവിതയിലൂടെ സ്വാഭാവികമായിട്ടും കോടതി രേഖകളുടെയും അന്വേഷണ സംവിധാനത്തിൻ്റെ ഒക്കെ ഭാഗമായിട്ട് വരികയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ദിലീപ് ഇന്ന് വിജയമുണ്ടായപ്പോൾ വളരെ ആഹ്ലാദം ഒട്ടും വിട്ടുകളയാതെ ഫസ്റ്റ് സെൻറ്റൻസിൽ ദൈവവും രണ്ടാം സെൻറ്റൻസിൽ മഞ്ജു വാര്യർക്കുമെതിരെ ചൂണ്ടിവെക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് അയാൾക്കുള്ള ഈ ശരിയല്ലാത്ത ചില ഉദ്ദേശങ്ങൾ അതിനകത്തൂടെ വ്യക്തമായിട്ടുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോൾ ദിലീപിനെ വിമർശിക്കുക പാടില്ല, ഇനി അങ്ങോട്ട് ദിലീപ് കുറ്റവിമുക്തനാണ് എന്നൊക്കെ പറയുന്ന പല ആളുകളുണ്ടാവും, പല പ്രമുഖരും ഉണ്ടാവും, ഇനിയും വരും കുറേ ആളുകൾ. ദിലീപിനെതിരായിട്ടുള്ള തെളിവ് ഹാജരാക്കാൻ പറ്റിയിട്ടില്ല, ദിലീപിനെതിരെ തെളിവില്ല, അയാളെ ഒഴിവാക്കി കേസിൽ നിന്നും എന്നല്ലാതെ കുറ്റവിമുക്തൻ എന്ന് പറയാൻ മാത്രം ബി സന്ധ്യ പറഞ്ഞതുപോലെ അന്തിമമായുള്ള വിധിയൊന്നും വന്നിട്ടില്ല. അപ്പീൽ പോകുമെന്ന് മണിക്കൂറാകുന്നതിന് മുമ്പ് തന്നെ സംവിധാനങ്ങളെല്ലാം തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അന്തിമ വിധിയായിട്ടില്ല, ഇപ്പോഴും കുറ്റാരോപിതനാണ് എന്ന നിലയാണ് എല്ലാവർക്കും പിടിക്കാവുന്നത്. ഞാൻ ഏതായാലും ആ ഒരു നിലക്കാണുള്ളത്. എന്ന് മാത്രമല്ല അയാൾക്ക് അതിനകത്തുള്ള കുറ്റകരമായിട്ടുള്ള അല്ലെങ്കിൽ ശരിയല്ലാത്ത വിധത്തിലുള്ള ഒരു ലക്ഷ്യം ഇത് കൊട്ടേഷൻ പരിപാടിയാണെന്ന് ഇയാൾ തന്നെ, കൊട്ടേഷൻ വർക്കാണ് എന്ന് ഇയാൾ തന്നെയും പറഞ്ഞിരിക്കെ പിന്നെ അത് മഞ്ജു വാര്യരാണ് ആദ്യം ക്രിമിനൽ ഗൂഢാലോചനയിലേക്ക് കൊണ്ടുപോയത് എന്ന് പറയുന്നതിലൂടെ അയാളുടെ തിരിച്ചുള്ള ഒരു ചിന്ത വ്യക്തമാണ് എന്നതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിനകത്ത് വിധിയിൽ നിരാശപ്പെടേണ്ട കാര്യമില്ല എന്നൊരു തോന്നലാണ് എനിക്ക് യഥാർത്ഥത്തിലുള്ളത്. ഹർഷൻ പറഞ്ഞ കുറേയേറെ കാര്യങ്ങളുണ്ട്, അതിനകത്ത് നിശ്ചയമായിട്ടും ഇങ്ങനെയല്ലായിരുന്നു ഈ കേസ് പോകേണ്ടിയിരുന്നുള്ള തോന്നൽ എനിക്കുമുണ്ട്. എന്തുകൊണ്ടെന്നാൽ ഇത് നമ്മളിപ്പോൾ സമീപ ദിവസങ്ങളിൽ രാഹുൽ മാങ്കൂട്ടത്തിലെ കേസ് എന്ന് പറയുന്നത് പോലെ ഈ സംഭവം ഉണ്ടായത് അസാധാരണമായൊരു സംഭവമായിരുന്നു. ഇങ്ങനൊരു സംഭവം ഉണ്ടാകുന്ന കേരളത്തിൽ അത് ഉണ്ടാകും വരെ ആരും വിചാരിച്ചില്ല. അതിപ്രശസ്തയായിട്ടുള്ള എല്ലാവർക്കും അറിയാവുന്ന ഒരു നടി ഈ കൊച്ചി നഗരത്തിലൂടെ ഓടുന്ന വാഹനത്തിനകത്ത് പീഡിപ്പിക്കപ്പെട്ടു എന്നൊരു വാർത്ത ആദ്യം വന്നപ്പോൾ ഞാൻ എൻ്റെ ന്യൂസ് ഡെസ്കിലും ഹർഷൻ്റെ ന്യൂസ് ഡെസ്കിലും നിൽക്കുമ്പോൾ അമ്പരപ്പായിരുന്നു. നമുക്ക് അങ്ങനെ സംഭവിക്കാൻ സാധ്യതയില്ല എന്നായിരുന്നു, അമ്പരപ്പായിരുന്നു. അങ്ങനെ സംഭവിക്കാനേ സാധ്യതയില്ല. അങ്ങനെ സംഭവിച്ചു. പിന്നീട് വന്ന ഓരോ കാര്യങ്ങളും അസാധാരണം നിറഞ്ഞായിരുന്നു. ഈ പെൺകുട്ടി പരാതി പറയുന്നു, പെൺകുട്ടി ലീഗലായിട്ട് മുഴുവൻ നേരവും ഫൈറ്റ് ചെയ്യുമെന്ന് തീരുമാനിക്കുന്നു. കേരള സമൂഹം ആകപ്പാടെ തന്നെയും മുന്നിട്ട് നിൽക്കുന്നു. ഈ പറയുന്ന മഞ്ജു വാര്യർ വന്നിട്ട് വളരെ കൃത്യമായിട്ട് ഇത് സ്വാഭാവികമായിട്ടും ഈ പറയുന്ന കൊട്ടേഷൻ എന്ന വാക്ക് എല്ലാവരും പറഞ്ഞിട്ടുണ്ടാകുമല്ലോ. ആ സമയത്ത് പി ടി തോമസൊക്കെ ഈ കാര്യമായിട്ട് ബന്ധപ്പെടുന്നു. സ്വാഭാവികമായിട്ടും അത് വെച്ചിട്ട് മഞ്ജു വാര്യർ പറയുന്നു ഇതിനകത്ത് ഈ ആക്ട് ചെയ്ത ആളുകൾ മാത്രമല്ല ക്രിമിനൽ ഗൂഢാലോചന കൂടെ ഉണ്ട്, അത് കാര്യം പോലീസ് അന്വേഷിക്കണമെന്ന് എല്ലാവരെയും പോലെ പറയുന്നു. അതിന് 2-3 ദിവസം മുമ്പ് തന്നെ സംഭവം ഉണ്ടായപ്പോൾ നമ്മളെപ്പോലുള്ള വാർത്താ ചാനലുകളിലൊക്കെ ഇതിങ്ങനെയാണ് എന്ന് സ്ഥാപിക്കപ്പെടുകയും ചെയ്തിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇങ്ങനെ വരുന്നു, ആ പെൺകുട്ടി അതിശക്തമായിട്ടുള്ള പോരാട്ടത്തിലേക്ക് ഇറങ്ങുന്നു. പക്ഷേ പിന്നീടുണ്ടായത് അസാധാരണമാം വിധം ഹർഷ, അതായത് എനിക്ക് ഇന്നിപ്പോൾ വിധി വന്നപ്പോൾ ഒരുപാട് വലിയ ഷോക്കിംഗ് ഒന്നും ആയിട്ടില്ലെങ്കിൽ തന്നെയും അസാധാരണമായ വിധം, അതായത് ഒരു ക്രിമിനൽ ആക്ടിന് വിധേയയായി എന്നത് സുവ്യക്തമാണ്. അക്കാര്യത്തിൽ ആർക്കും സംശയമില്ല. ഈ നടി പീഡിപ്പിക്കപ്പെട്ടു, ഉപദ്രവിക്കപ്പെട്ടു, അസാധാരണമായ വിധം ഉപദ്രവിക്കപ്പെട്ടു. വല്ലാത്ത തോതിൽ ഒരു മനുഷ്യൻ്റെ അന്തസ്സിനെ പൂർണ്ണമായിട്ടും കെടുത്താവുന്ന വിധത്തിൽ അവരുടെ ആത്മാവിനെയും ഹൃദയത്തിനെയും എന്നേക്കുമായിട്ട് ഇങ്ങനെ ഒടിച്ചുടക്കാവുന്ന വിധത്തിലുള്ള സംഭവം ഉണ്ടായി എന്ന കാര്യം എല്ലാവർക്കും അറിയാം. ആർക്കും സ്വാഭാവികമായിട്ടും അതിനകത്തൊരു ഒരു കുറ്റം പറയാനില്ല, അല്ലെങ്കിൽ ഒരു എതിരഭിപ്രായം പറയാനില്ല.
സ്വാഭാവികമായിട്ടും കോടതിയിലേക്ക് പോയാൽ ഈ ക്രിമിനൽ ആക്ടിന് വിധേയയായ ആൾക്ക് നീതി കൊടുക്കുക എന്നതാണല്ലോ ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ ജുഡീഷ്യൽ സംവിധാനത്തിനകത്ത് നടക്കേണ്ടത്. പക്ഷേ പിന്നെ നമ്മൾ കേട്ടത് അസാധാരണമായ കാര്യങ്ങളാണ്. അതായത് കോടതി എല്ലാ കാര്യങ്ങളും നിസ്സംഗമായിട്ടും നിഷ്പക്ഷമായിട്ടും നിയമത്തിൻ്റെ കണ്ണിലൂടെയും തന്നെ പരിശോധിക്കേണ്ടതാണ്, സംശയമില്ല. പക്ഷേ കോടതി ഇരയായി വന്നിരിക്കുന്ന ആളോട് മുൻവിധിയോടെ പെരുമാറുന്നു എന്ന വിവരങ്ങളാണ് കേൾക്കുന്നത്. ആദ്യഘട്ടത്തിൽ ഞാനൊന്നത് വിശ്വസിക്കാൻ തയ്യാറായില്ല. അങ്ങനെ ഉണ്ടാകില്ല. അതായത് അതിജീവിതയാണ് എനിക്ക് സ്ത്രീയായിട്ടുള്ള ജഡ്ജി ഏർപ്പാടാക്കണമെന്ന ആവശ്യം ലീഗൽ സംവിധാനങ്ങൾ മുഖേന തന്നെ വെച്ചത്. അതിന് കണക്കായിട്ടുള്ള ഒരാളെയാണ് വെച്ചു കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും മുന്നിലേക്ക് വന്നാൽ നിഷ്പക്ഷമായിട്ടും നിസ്സംഗമായിട്ടും നിയമപരമായിട്ടും തന്നെ പെരുമാറുമ്പോൾ, പക്ഷേ കുറ്റകൃത്യത്തിന് വിധേയയായ ആൾ എന്ന നിലക്ക് സിമ്പതിയോടെ, എന്ന് വെച്ചാൽ ഏതെങ്കിലും തരത്തിൽ മറ്റു കാര്യങ്ങളല്ല, കുറ്റകൃത്യത്തിന് വിധേയയായ ആളോടുള്ള നിശ്ചയമായിട്ടും മനുഷ്യത്വവും നിയമവും കാണിക്കണമെന്ന് അനുശാസിച്ചിരിക്കുന്ന അവരുടെ അന്തസ്സ് കനിക്കാതെയുള്ള ഇടപെടൽ ഉണ്ടാകണമെന്നതിനെ അട്ടിമറിക്കപ്പെടുന്നതാണ് നമ്മൾ കാണുന്നത്. കോടതി മുറിക്കകത്ത് പൂർണ്ണമായിട്ടും ഇവർ വല്ലാത്ത തോതിൽ ഹ്യൂമിലിയേറ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ളത് നമ്മൾ അമ്പരപ്പോടെ അറിയുകയാണ്. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കാൻ പാടില്ലല്ലോ. ഇത് നിഷ്പക്ഷമായിട്ട് കാര്യങ്ങൾ പരിശോധിക്കേണ്ടുന്ന, നിയമത്തിൻ്റെ കണ്ണിലൂടെ മാത്രം കാര്യങ്ങൾ കണ്ണടച്ച് അന്ധയായിട്ട് നിന്ന് പോകേണ്ടുന്നൊരു സംവിധാനം തന്നെയാണ് ജുഡീഷ്യൽ സംവിധാനം. അതാണല്ലോ കണ്ണടച്ചിട്ട് നിഷ്പക്ഷമായിട്ട് കാര്യങ്ങൾ കാണേണ്ടത്. പക്ഷേ കണ്ണടച്ചും നിഷ്പക്ഷമായിട്ടും അല്ലേ കാണേണ്ടത്. ഇരയോടുള്ള മുൻവിധി കലർന്ന സംഗതികളുമായിട്ട് മുന്നോട്ട് പോകാൻ പാടുണ്ടോ എന്ന ചോദ്യം പൊതുസമൂഹത്തിൻ്റെ ഭാഗത്തു നിന്നെല്ലാം ഉയർന്നു വന്നു. പിന്നീട് ഹർഷൻ ഇപ്പോൾ പറഞ്ഞ ഹാഷ് വാല്യൂ, ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ് ഹർഷൻ? അതായത് ഇങ്ങനെ ചെയ്യപ്പെടുന്ന, അതായത് ഈ കേസിനെ പറ്റിയിട്ടുള്ള ആക്ഷേപമായിട്ട് വന്നത് എന്താണ്? ഇവരെ കൊട്ടേഷൻ കൊടുത്തിട്ട് ഇങ്ങനെ പീഡിപ്പിച്ചിട്ട് അത് ഫോണിൽ റെക്കോർഡ് ചെയ്തിട്ട് ആ വീഡിയോ റെക്കോർഡ് സൂക്ഷിക്കണം എന്നൊരാൾ കൊട്ടേഷൻ കൊടുത്തു എന്നാണല്ലോ കേസ്. എന്തിനാണ് വീഡിയോ റെക്കോർഡ് എടുക്കുന്നത്? ഇവരെ എന്തെന്നേക്കുമായിട്ട് ഇവരെ ഇല്ലാതാക്കി കളയാനാണ്. എന്ന് വെച്ചാൽ ഫിസിക്കലി ഇല്ലാതാക്കുകയല്ല, അവർ മാനസികമായിട്ട് ഇരുന്നിടത്ത് നിന്ന് എഴുന്നേൽക്കരുത് എന്ന് അവരെ ഇല്ലാതാക്കലൻ, അവരെ പർജ് ചെയ്ത് കളയാനായിട്ടാണ് ഈ കാര്യം ചെയ്തത്. എന്നേക്കുമായിട്ട് ഇല്ലാതാക്കണം. അതിനുവേണ്ട പണമാണ് ഈ കൊട്ടേഷൻ കൊടുത്തു എന്ന് പറയുന്ന ആൾ മുടക്കിയിരിക്കുന്നത്. ആ വീഡിയോ കോടതിയുടെ സേഫ് കസ്റ്റഡി, നമ്മളെന്താ കരുതുക? കോടതിക്കകത്ത് ഇത് അവരുടെ അഭിമാനം സംരക്ഷിക്കപ്പെടും, ഒരിക്കലും ഒരു കുഴപ്പമുണ്ടാവില്ല എന്നല്ലേ. പക്ഷേ അങ്ങനെ ഒരു ചർച്ച പോലും ഉയർന്നു വരാൻ പാടില്ലായിരുന്നു, അങ്ങനെ ഒരു സംശയം പോലും ഉയർന്നു വരാൻ പാടില്ലായിരുന്നു. പക്ഷേ അതിൽ ഹാഷ് വാല്യൂ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്, അത് ആളുകൾ കണ്ടു എന്ന കാര്യം വരുന്നു. അത് നിഷേധിക്കപ്പെടാൻ പറ്റിയിട്ടില്ല. ഇങ്ങനെ കാര്യങ്ങൾ കിടക്കുകയാണ്. അപ്പോൾ നീതി നിശ്ചയമായിട്ടും ഇരയോട് കാണിക്കേണ്ടുന്ന മനുഷ്യത്വപരമായ നിലപാട് ഉണ്ടായിട്ടില്ല എന്നത് വളരെ വ്യക്തമാണ്. ഇതൊന്നും ഈ തരത്തിൽ കൃത്യമായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന, അല്ലെങ്കിൽ കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ മുന്നോട്ട് പോയിട്ടില്ല. എന്ന് വെച്ചാൽ അവർക്ക് അനുകൂലമായിട്ട് എന്തെങ്കിലും അമിതമായിട്ട് വേണമെന്നല്ല, പക്ഷേ കൃത്യമായിട്ടല്ല ഈ കാര്യങ്ങൾ പോകുന്നത് എന്ന കാര്യം വളരെയേറെ വ്യക്തമാണ്. പിന്നെ ഇതിനകത്തുള്ള ഒരു കാര്യം നമ്മൾ എപ്പോഴും പറയേണ്ടത്, ഈ പെൺകുട്ടി അസാധാരണമായ ധൈര്യം കാണിച്ചൊരു പെൺകുട്ടിയാണ്. ഈ പറയുന്ന അങ്ങേയറ്റം ഹ്യൂമിലിയേറ്റിംഗ് ആയിട്ടുള്ള, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാം. ഇതിനു മുമ്പ് ഇതേക്കാൾ മോശമായിരുന്നു കോടതി സംവിധാനങ്ങൾക്കകത്ത് ഈ ബലാത്സംഗത്തിനൊക്കെ ഇരയായ ആളുകൾ എതിർഭാഗം വക്കീലന്മാരുമായിട്ടൊക്കെ ഭയങ്കര മോശമായിട്ടുള്ള ചോദ്യം ചെയ്യലിന് വിധേയമാകും എന്ന് നമ്മൾ സമീപകാലത്ത് പോലും മമ്മൂട്ടിയുടെ നേര് എന്ന സിനിമയല്ലേ ഉള്ളത്, അനശ്വരരാജൻ കണ്ടു കാണാതെ ഇരിക്കുന്നത്. അതിനകത്ത് പോലും ഈ കേസ് വിജയിക്കാൻ വേണ്ടി പ്രതിഭാഗം വക്കീലന്മാർ ഹ്യൂമിലിയേറ്റ് ചെയ്യും. അതിപ്പോൾ അപ്പുറത്തുള്ള ആളുകളെ വാക്കുകൾ കൊണ്ട് തന്നെയും അവർ അനുഭവിച്ചു പോയ ട്രോമയെ വീണ്ടും വ്യക്തമാക്കാൻ വേണ്ടിയിട്ട് അവരെ പ്രേരിപ്പിക്കുകയും അവരെ ആത്മാവിൽ ക്ഷീണിപ്പിക്കുകയും ചെയ്യും. എന്നിട്ട് അതുവഴി വിജയിച്ചെടുക്കാം എന്ന് ഈ പ്രതിഭാഗം വക്കീലന്മാർ സമർത്ഥമായിട്ട് കരുതും. അത്തരം സംഭവങ്ങൾ നേരത്തെ ഉണ്ടാകാറുണ്ട്. ഇപ്പോഴാണ് കുറച്ചുകൂടെ മനുഷ്യപക്ഷ സംഗതികളിലേക്കൊക്കെ കാര്യങ്ങൾ വന്നത്. പക്ഷേ അതിനെല്ലാം മുന്നിൽ ഈ പെൺകുട്ടി പിടിച്ചു നിന്നു. നമുക്ക് മുന്നിൽ അവർ സംസാരിച്ച കാര്യങ്ങളുണ്ട്. അതായത് ഞാൻ കോടതിയിൽ പോകേണ്ടത് ഞാൻ തന്നെ കോടതിയിൽ പോകണം, മറ്റാരും ഉണ്ടാവില്ല. ഇത് മറ്റൊരാൾ ഇതിനകത്ത് ചെന്ന് പെടരുത്, ഇങ്ങനൊരു സംഭവത്തിലൂടെ കടന്നു പോകരുത് എന്നുകൊണ്ട് ഞാൻ ഓരോ തവണയും എന്നെ ബലപൂർവ്വം എഴുന്നേൽപ്പിച്ച് നിർത്തിട്ട് ഞാൻ പോയി കോടതിയിലേക്ക്, ഞാൻ തന്നെ കോടതിയിലേക്ക് പോയി, ഞാൻ തന്നെയാണ് ആൾ എന്ന് അവർ വന്ന് മുന്നിൽ നിന്ന് പറഞ്ഞു. നോക്കൂ, പൊതുസമൂഹത്തിന് കൊടുത്തിരിക്കുന്ന ധൈര്യം എന്നത് എത്രമാത്രം വലുതാണ്. നമ്മുടെ നാട്ടിലെ പെൺകുട്ടികൾക്ക് കൊടുത്തിരിക്കുന്ന ധൈര്യം എത്രമാത്രം വലുതാണ്. ഇത്തരമൊരു സംഭവം മുഖവും മറ്റുമായിട്ട് അറിയാവുന്ന ഒരു പ്രശസ്തിയായിട്ടുള്ള ആൾക്ക് നേരെ നടന്നാൽ ആ ആൾ എന്നേക്കുമായിട്ട് സമൂഹത്തിന് വാനിഷായി പോകും. അവരുടെ ഒളിവ് മൂലകളിൽ അവർ ഒറ്റയ്ക്കിരുന്ന് കരഞ്ഞ് അവരുടെ ബാക്കി ജീവിതം തീർക്കേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് പോകും എന്നതിൽ നിന്ന് ഈ പെൺകുട്ടി ധീരമായിട്ട് എഴുന്നേറ്റ് നിന്നു. അവർക്കൊപ്പം കേരള സമൂഹം ആകെ തന്നെ നിന്നു, അവർക്കൊപ്പം നിന്നു. ഇന്നയാളാണ് ഞാൻ എന്ന് പറഞ്ഞ് പുറത്തേക്ക് വന്നതിന് ശേഷം പോലും അവർക്കൊപ്പം അനുകൂലമായിട്ട് ധൈര്യത്തോടെ കൂടി നിന്നു. പക്ഷേ അവർ സമൂഹത്തിന് വേണ്ടിയിട്ടും പിന്നാലെ വരുന്ന പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ടും പൊതുസമൂഹത്തിന് വേണ്ടി ആകെ തന്നെയും കാണിച്ച ആ ത്യാഗം, സ്വന്തം നിലക്കുള്ള ഒറ്റക്കുള്ള നിൽപ്പ്, ഈ പറയുന്ന അസംഖ്യമായുള്ള ഡിപ്രഷൻ മൂഡിലൂടെയും ഒരുപാട് മനപ്രയാസങ്ങളിലൂടെയും തിരിച്ചടികളിലൂടെയും കോടതി മുറിക്കകത്ത് ഹ്യൂമിലിയേറ്റ് ചെയ്യപ്പെടുന്നതിലൂടെയൊക്കെ കടന്നുപോയിട്ട് പോലും എനിക്ക് ശേഷം വരുന്ന ആളുകൾക്കുള്ള ധൈര്യം കൊടുക്കുക എന്ന മട്ടിൽ ആ പെൺകുട്ടി ഉയർന്നെഴുന്നേറ്റ് നിന്നതിനോടൊപ്പം നമ്മുടെ നിയമ സംവിധാനങ്ങളും അന്വേഷണ സംവിധാനങ്ങളും, എന്തുകൊണ്ടെന്നാൽ പ്രോസിക്യൂഷൻ കോടതിക്ക് മുമ്പാകെ തെളിവുകൾ വേണ്ട രീതിയിൽ ഹാജരാക്കാൻ പറ്റിയില്ല എന്നാണല്ലോ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രോസിക്യൂഷൻ സംവിധാനങ്ങളും അന്വേഷണ സംവിധാനങ്ങൾക്കും നമ്മുടെ കോടതി സംവിധാനങ്ങൾക്കും ആ പെൺകുട്ടി ഒറ്റക്ക്
ഒറ്റക്ക് നിന്ന് കാണിച്ച ഈ ധൈര്യപ്രകടനത്തിന്, സമൂഹത്തിനാകെ നൽകിയിരിക്കുന്ന ആ ധൈര്യം നൽകലിന് ഒപ്പം നിൽക്കാൻ വേണ്ടി സാധിച്ചോ എന്ന കാര്യം നമ്മൾ പരിശോധിക്കേണ്ടതാണ്. ഇല്ല എന്ന മറുപടിയായിരിക്കും സ്വാഭാവികമായിട്ടും സമൂഹത്തിന് കിട്ടുക. കേരളത്തിൽ ഉണ്ടാകാൻ പാടില്ലാത്ത ഒരു കാര്യം ഉണ്ടായിട്ട് അതിന് ഉണ്ടാകേണ്ടിയിരുന്ന ഒരു പരിസമാപ്തി ഉണ്ടായിട്ടില്ല എന്ന് വിചാരിക്കുന്ന അസംഖ്യം ആളുകളിൽ ഒരാളാണ് ഞാൻ. ഒരു കാര്യം കൂടി പറഞ്ഞാൽ നിർത്താം ഹർഷ. അതായത് ഒരിക്കൽ പോലും ദിലീപ് ഈ സംഭവത്തിൽ വിജയിച്ചു കഴിഞ്ഞു എന്ന്, ദിലീപ് എല്ലാത്തിൽ നിന്നും മുക്തനായിട്ട്, ദിലീപ് പഴയ ദിലീപായിട്ട് ശക്തനായിട്ട് വരുമെന്ന് ഒരുപാട് ആളുകൾ പറയുകയാണ്. പക്ഷേ അങ്ങനെ സംഭവിക്കുകയില്ല, അങ്ങനെ സംഭവിക്കുകയില്ല. നമ്മളിന്ന് പുറത്തിറങ്ങിയിട്ട് കുറേ ആളുകളുടെ ബൈറ്റ് എടുത്തല്ലോ. ആരാണ് ദിലീപിന് അനുകൂലമായിട്ട് പറഞ്ഞിട്ടുള്ളത്? ഒന്നോ രണ്ടോ ആളുകൾ പറഞ്ഞു കോടതി എടുത്ത വിധിയല്ലേ, അവരെല്ലാം പരിശോധിച്ചിട്ടില്ലേ ചെയ്യൂ എന്നല്ലാതെ മനുഷ്യർക്കുള്ളിൽ ഇന്ന് വന്ന ബൈറ്റുകൾക്ക് നമ്മളിപ്പോൾ ഹർഷനിപ്പോൾ പറഞ്ഞില്ലേ, കോടതി നമ്മളെ വിധിയെ വിമർശിക്കുകയാണെങ്കിൽ ഇതിനെതിരെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നമ്മൾ വിമർശിക്കും എന്ന് പറഞ്ഞില്ലേ. നാട്ടുകാർക്ക് എന്ത് കേസാണ്? നാട്ടുകാർ പറയാണ് ദിലീപ് പണം കൊടുത്ത് നേടിയ വിധിയാണിത് എന്ന് പറയുന്നു. അതിനകത്തുനിന്ന് ഈ മുക്തി നേടാൻ ആളുകൾക്ക് സാധിക്കുമോ? ഈ ഹർഷൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവർ 5-6 ആളുകൾ ചേർന്നിട്ട് നടത്തിയ ആക്ട്, ആ ആക്ടിന് പിന്നിൽ എന്തിനാണ് ഇവർ ഈ ബലാത്സംഗം ചെയ്യുന്നത്? എന്തിനാണ്? അവരവിടെ ചെന്ന് പറഞ്ഞിരിക്കുന്ന കൊട്ടേഷനാണ് എന്നാണ്. അപ്പോൾ ഇതിന് പിന്നിൽ നിന്ന് ഈ കൊട്ടേഷൻ കൊടുത്ത് ഈ ക്രൈം ചെയ്യണം ഇന്ന കാര്യത്തിന് വേണ്ടി എന്ന് പറഞ്ഞ ഒരാളില്ലെങ്കിൽ ഈ ക്രൈമില്ല, ഇവർ ഈ ക്രൈമിന് നിൽക്കുകയില്ല. അപ്പോൾ ആ ആളാണ് ഈ ആക്ട് ചെയ്ത ആളോളം തന്നെ വലിയ ക്രിമിനൽ. അത് അപ്പീലിലൂടെയെങ്കിലും തെളിയിക്കപ്പെടുമെന്ന് വിശ്വസിക്കുന്ന, ഇപ്പോഴും അങ്ങനെയുള്ള ജുഡീഷ്യറി നമ്മൾ വിശ്വസിക്കേണ്ടത്. അപ്പോൾ അപ്പീലിലൂടെയെങ്കിലും അക്കാര്യം തെളിയിക്കപ്പെടും എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ വിചാരിക്കുന്നത് ബഹുഭൂരിപക്ഷം പേരും നമ്മൾ ഈ കാണുന്ന ഇപ്പം ഭയങ്കരമായിട്ടുള്ള ഒച്ചപ്പാടും ബഹളവും സോഷ്യൽ മീഡിയയിലൊക്കെ നാളെ മുതൽ PR വർക്കിൻ്റെ ഭാഗമായിട്ട് വരുന്ന ആളുകൾ ഇന്ന് സംസാരിക്കുന്ന നമ്മൾ രണ്ടുപേരും ഇപ്പം താഴെ ചീത്ത വിളിക്കുന്നതൊക്കെ ആ നിലക്ക് പോവുകയും ജനം വിശ്വസിക്കുന്നത് ഇതിനകത്ത് അയാൾ കാശൊക്കെ ഉള്ളതുകൊണ്ട് കോടതിക്കകത്ത് രക്ഷപ്പെട്ടു, പിന്നെ ഈ കൊലപാതകത്തിൽ പോലും ഗൂഢാലോചനാ സംഗതികൾ അങ്ങനെ തെളിയിക്കാൻ സാധിക്കാറില്ല എന്നതൊക്കെയുള്ള ചില കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ആളുകൾ അങ്ങനെ എടുക്കുമെന്നല്ലാതെ ഇതെന്താണ്, ആരാണിതിന് പിന്നിൽ എന്ന് ആളുകൾക്കുള്ളിലുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. തീർച്ചയായും അതൊക്കെ തന്നെയാണ്. അതിൽ എനിക്ക് ഏറ്റവും ആവർത്തിച്ചെടുത്ത് പറയേണ്ടത് ആ നടി കാണിച്ച ധീരത എന്നുള്ളത് തന്നെയാണ്. കാരണം അതിനുശേഷം ഇപ്പം ഇതിൽ ദിലീപാണോ ഈ ഗൂഢാലോചന നടത്തിയത് എന്നത് നമ്മൾ ഈ സമയത്ത് പറയേണ്ട കാര്യമല്ല. ദിലീപാണ് പ്രതിസ്ഥാനത്തുള്ളത്, അതുമാത്രമാണ്. കോടതി പറയുന്നു ദിലീപ് കുറ്റവിമുക്തനാണ്, അല്ലെങ്കിൽ ദിലീപ് കുറ്റക്കാരനല്ല എന്ന് പറയുന്നു, അല്ലെങ്കിൽ തെളിവുകൾ ഹാജരാക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടിരിക്കുന്നു, അങ്ങനെ ഒരു സാഹചര്യമുണ്ട്. പക്ഷേ എന്താണ് ഇത്തരത്തിലൊരു ക്രൂരമായ ആക്രമണത്തിന് വിധേയയായ ഒരു നടി സ്വാഭാവികമായി ചെയ്യുക എന്ന് ദിലീപ് ധരിച്ചു വച്ചിരുന്നത് എന്ന് സനീഷ് ഓർക്കുന്നുണ്ടോ? മലയാള മനോരമയുടെ ഓൺലൈനിൽ ഒരു ഇൻ്റർവ്യൂ വന്നു, കുപ്രസിദ്ധമായ ഇൻ്റർവ്യൂ ആണ് ദിലീപിൻ്റെ ഇൻ്റർവ്യൂ. ഈ വിവാദത്തിനെല്ലാം ശേഷം പലരും ആ സമയത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു ദിലീപ് ഇനിയിപ്പോൾ 2 എണ്ണം അടിച്ചിട്ടാണോ ദിലീപ് ആ ഇൻ്റർവ്യൂ കൊടുത്തിരിക്കുന്നതെന്ന്. ആ മട്ടിൽ തോന്നത്തക്ക രീതിയിലുള്ള പല കാര്യങ്ങളും പുലമ്പുന്നതാണ് നമ്മൾ ആ ഇൻ്റർവ്യൂവിൽ നമ്മൾ കണ്ടത്. ഒരു PR ഇൻ്റർവ്യൂ എന്നൊക്കെയുള്ള ആരോപണം വ്യാപകമായി ഉയർന്നതാണ്. അതുമാത്രമല്ല ഈ വിഷയത്തിൽ PRൻ്റെ ലെവൽ എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്നതിനുമൊക്കെ എത്രയോ അപ്പുറമായിരുന്നു. അപ്പോൾ ആ സ്വഭാവത്തിൽ നടത്തിയ ആ ഇൻ്റർവ്യൂവിൽ ദിലീപ് പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ പ്രശ്നമുണ്ടായെന്ന് അറിഞ്ഞ ഉടനെ തന്നെ ഞാൻ ഞെട്ടലോടെ എഴുന്നേറ്റിട്ട് ഞാൻ അവരെ വിളിച്ചു, ഈ നടിയുടെ അമ്മയെ വിളിച്ചു, ഞാൻ കൂടെയുണ്ട്, ഒപ്പമുണ്ട് എന്നെല്ലാം പറഞ്ഞു. അതിനുശേഷം അവരും അതിനോടൊക്കെ ഞാൻ പറഞ്ഞതിനോടൊക്കെ കേട്ടു, സഹകരിച്ചു. പക്ഷേ 2 ദിവസം കഴിഞ്ഞാണ് ഇതൊക്കെ എൻ്റെ നേരെ തിരിഞ്ഞാണ് ഈ അന്വേഷണങ്ങൾ വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കുന്നത്. 2 ദിവസത്തിനകം എനിക്ക് നേരെ തിരിയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. സാധാരണ ഇത്തരമൊക്കെ ഒരു സാഹചര്യത്തിൽ ഏർപ്പെടുന്ന ആളുകൾ ആത്മഹത്യ ചെയ്യുകയോ ഡിപ്രഷനിലേക്ക് പോവുകയോ അടച്ചിരിക്കുകയോ ഒക്കെയാണ് ചെയ്യുക. പക്ഷേ ഈ നടി 2 ദിവസം കൊണ്ട്, അത് ആവർത്തിച്ച് പറയുകയാണ്, 2 ദിവസം കൊണ്ട് ഇതിനെ അതിജീവിച്ച് വന്ന് കേസ് കൊടുക്കാനൊക്കെ പോകുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതിനെ അഭിനന്ദിക്കുകയാണ്. എന്ന് പറയുന്ന പരിഹാസ്യമായ, അങ്ങേയറ്റം അശ്ലീലം എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ഒരഭിമുഖമാണ് ദിലീപ് അന്ന് നടത്തിയത്. അത് നമ്മളെല്ലാവരും കണ്ടതാണ്. ഇപ്പോഴും പബ്ലിക് ഡൊമൈനിൽ ആ ഇൻ്റർവ്യൂ കിടപ്പുണ്ട്. അപ്പോൾ ഇയാൾ എന്താണ് ധരിച്ചു വച്ചിരുന്നത്? ഇത്തരം ആളുകൾ, ഒരു വ്യക്തി ഇത്തരത്തിൽ അവരുടേതായ എന്തെങ്കിലും കാരണം കൊണ്ടാണോ വെറുതെ ആക്രമിക്കപ്പെടുന്നു? തെരുവ് നായ്ക്കളെ പോലെ ആ നടിയെ ഈ ആഭാസന്മാർ ആക്രമിക്കുകയാണ്, ഈ ക്രൂരന്മാർ ആക്രമിക്കുകയാണ്. ആ ആക്രമിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അതോടെ അവരുടെ ജീവിതം നശിച്ചു എന്നാണ് ഇയാൾ ധരിച്ചു വച്ചിരുന്നത്. അതാണ് ആ ഇന്റർവ്യൂവിൽ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ധരിക്കുന്നവരാണ് കൊട്ടേഷൻ കൊടുക്കുക. അതാണ്, അങ്ങനെ ധരിക്കുന്ന ചെറുതായിരിക്കുമല്ലോ കൊട്ടേഷൻ. ദിലീപ് കൊടുത്തതല്ല, അങ്ങനെ ധരിക്കുന്നവരാണ് കൊടുക്കുക. അങ്ങനെ ധരിക്കുന്നവരാണ് കൊട്ടേഷൻ കൊടുക്കുക. എന്ന് വെച്ചാൽ അങ്ങനെ കൊട്ടേഷൻ കൊടുത്ത് ഇക്കാര്യം ചെയ്താൽ ഉടനെ ഇവർ എന്നേക്കുമായിട്ട് ജീവിതത്തിൽ പിൻവാങ്ങിയിട്ട് മൂലക്ക് വരുന്നുള്ളൂ എന്നാണ് വിചാരിക്കുക. അപ്പോൾ അങ്ങനെ വിചാരിച്ചിട്ടാണ് ഇത് സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ ദിലീപ് തന്നെ പറയാണ്, അങ്ങനെ പോകേണ്ട ഒരാൾ 2 ദിവസം കൊണ്ട് എനിക്കെതിരെ വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാസംഭവമാണല്ലോ എന്ന്. അപ്പോൾ ആ ധാരണയിലാണ് ദിലീപ് ആ ഘട്ടത്തിലും കഴിഞ്ഞു പോന്നിരുന്നത് എന്നാണ്. അതിനെ അതിജീവിച്ചിട്ടാണ് ഈ നടി
ഈ കേസുമായി മുന്നോട്ട് പോയത്. ഇത്രയെല്ലാം അപഹാസങ്ങൾ നേരിട്ടിട്ട് ഇത്രയും ഈ കോടതി മുറിയിൽ ഹ്യൂമിലിയേറ്റഡായി നിൽക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ട് അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് ആ നടി ഈ കേസുമായി മുന്നോട്ട് പോയി എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല. നേരത്തെ സനീഷ് സൂചിപ്പിച്ചതുപോലെ ഇനി ഇത്തരം അതിക്രമങ്ങൾക്കിരയാവുന്ന മുഴുവൻ പേർക്കും ഏറ്റവും ആത്മവിശ്വാസം നൽകുന്ന നടപടി തന്നെയാണ്. ഇന്നിപ്പോൾ കോടതിയിൽ എന്താ സനീഷ് കണ്ടത്? ഈ ആണാഹ്ലാദാരവങ്ങളാണല്ലോ നമ്മൾ കണ്ടത്. ഈ കോടതിയിൽ നിന്ന് ദിലീപ് ഇറങ്ങി വരുമ്പോൾ ഈ വലിയ ആഹ്ലാദാരവങ്ങൾക്ക് നടുവിലേക്കാണ് ദിലീപ് കടന്നു വരുന്നത്. വന്ന് വളരെ പ്രീസ്ക്രിപ്റ്റഡായി തയ്യാറാക്കിയത് എന്ന് നമുക്ക് തോന്നാവുന്ന തരത്തിലുള്ള ഒരു പ്രതികരണവുമാണ് ആ കോടതി വളപ്പിൽ വെച്ച് ദിലീപ് നടത്തിയത്. അപ്പോൾ ഇത് ആരും പ്രതീക്ഷിക്കാത്തതാണ് എന്ന് ദിലീപും കരുതണ്ട, കോടതിയും കരുതണ്ട, വക്കീലും കരുതണ്ട. അതായത് നമ്മളെല്ലാം പ്രതീക്ഷിച്ചിരുന്നതാണ്. അത് മാത്രമല്ല ഹർഷ, അതായത് ആത്യന്തികമായിട്ട് ദിലീപ് അയാളുടെ കൂടെയുള്ള ആളുകൾ ഇപ്പോൾ വിചാരിക്കുന്നത് എന്തോ അയാൾ വിജയിച്ചിരിക്കുകയാണ് എന്നാണ്. യഥാർത്ഥത്തിൽ വിജയിച്ചിരിക്കുന്ന ആരാണ്? അത് ഈ രണ്ട് സ്ത്രീകളാണ്. അതായത് ഇയാൾ ഇന്നിപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയിട്ട് കുറ്റപ്പെടുത്തിയ, എനിക്കെതിരെ ക്രിമിനൽ ഗൂഢാലോചന എന്ന് പറഞ്ഞ ആള് എന്ന് പറഞ്ഞിരിക്കുന്ന മഞ്ജു വാര്യറും ഈ അതിജീവിതയായിട്ടുള്ള ആളും അവരോടുള്ള കേരള സമൂഹത്തിന് ഇതുവരെ ഉണ്ടായിരുന്ന സ്നേഹം കൂടുക, ഇരട്ടിയാവുക എന്നതല്ലാതെ അത് നോക്കുള്ളൂ. പക്ഷേ നമ്മൾ ഇന്ന് കാണുന്ന ഇന്നിപ്പം ബി ഉണ്ണികൃഷ്ണൻ അടക്കമുള്ള ആളുകൾ വന്നിട്ട് എല്ലാവരും ചേർന്ന് പുതിയ ഈ സംഘടനത്തിനകത്തൊക്കെ വലിച്ചിട്ടിട്ട് എല്ലാവിധ അദ്ദേഹം പഴയ പോലെ വരികയാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ വലിയ സംഭവമായിട്ട് നമുക്ക് കാണാമല്ലോ. നമ്മുടെ മുന്നിലൂടെയാണ് ഈ കാര്യങ്ങൾ കടന്നു പോവുക. നമുക്ക് കാണാമെന്ന് ഞാൻ പറയുമ്പോൾ അതിന് തെളിവായിട്ട് എന്താ ഉള്ളത്? അതിന് തെളിവായിട്ട് എന്താ? പക്ഷേ ഈ സംഭവങ്ങളെല്ലാം നടക്കുമ്പോൾ, ഈ കോടതി അവരെ ഹ്യൂമിലിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, ഇയാൾ ഈ PR സർക്കസ് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, ഇയാൾക്ക് അനുകൂലമായിട്ട് ബി ഉണ്ണികൃഷ്ണൻ അടക്കമുള്ള പ്രധാനപ്പെട്ട ആളുകളെല്ലാം വന്ന് വർത്തമാനം പറയുമ്പോൾ ഒക്കെ തന്നെയാണ് ഈ പറയുന്ന ഇയാളുടെ സിനിമകൾ പൊളിഞ്ഞു വീഴുകയും ഇയാളോടുള്ള ജനത്തിൻ്റെ മുൻവിധി അല്ലെങ്കിൽ ജനത്തിൻ്റെ ഈ ഒരു ധാരണ ആ നിലക്ക് തന്നെ ശക്തിപ്പെടുകയും ഈ പെൺകുട്ടികളോടുള്ള സ്നേഹാദരങ്ങൾ അവർ സിനിമയിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ തന്നെ അവരോടുള്ള സ്നേഹാദരങ്ങൾ വർദ്ധിക്കുകയും ചെയ്യുന്നത്. റോഡിലേക്ക് ഇറങ്ങി നടന്നു നോക്കൂ, സംസാരിച്ചു നോക്കൂ, ചോദിച്ചു നോക്കൂ. നമ്മൾ ചോദിച്ചപ്പോൾ കിട്ടിയ മറുപടി കണ്ടല്ലേ. അപ്പോൾ ഇവരെല്ലാം വിചാരിക്കുന്നത് ദിലീപ് ഈ കേസ് വരുന്നതിന് മുമ്പ് എത്രത്തോളം ശക്തനായിരുന്നു, അത്രത്തോളം ശക്തനാവുകയും അദ്ദേഹത്തിൻ്റെ അനുസാരികളായിട്ട് നിൽക്കുന്ന ഞങ്ങളൊക്കെ അദ്ദേഹത്തെ പോലെ ശക്തരായിട്ട് സിനിമയിലേക്ക് ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ് ചെയ്യുക എന്നാണ്. പക്ഷേ അങ്ങനെയല്ല സംഭവം ഉണ്ടാവുക എന്ന് പറഞ്ഞിട്ട് നമുക്ക് ബാക്കി നിശ്ചയമായിട്ട് വർഷം നേരത്തെ പറഞ്ഞതുപോലെ വിധിപ്പകർപ്പ് വന്നാൽ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട്. ചില പോരാട്ടങ്ങൾ സാർത്ഥകമാവുന്നത് സമൂഹം പ്രത്യക്ഷത്തിൽ കാണുന്ന മഹാവിജയങ്ങളായി ആകില്ല. അതിന് വിജയഭേരികളും മഹാസ്തുതികളും കണ്ണേറ് തട്ടാതിരിക്കാൻ നാവേറ് പാട്ടുകളും കാണില്ല. തോൽക്കുന്ന സമരത്തിലും തോൽക്കാത്ത പോർ പൊരുതിയ പോരാളികളുണ്ടാകും. അവരുടെ സമരം തൽക്കാലത്തേക്ക് പരാജയങ്ങളായി തോന്നുമെങ്കിലും നാളെ സമൂഹത്തെ ആകെ മുന്നോട്ട് നയിക്കാൻ വരും കാലത്തിനുള്ള ഉസ്യത്താകും. അവൾ പൊരുതിയ സമരം അങ്ങനെയൊന്നായിരുന്നു. പണവും സ്വാധീനവും ആൺകോയ്മയും അതിൻ്റെ മാമൂലുകളും ഉയർത്തിയ ഭീഷണികൾക്കെതിരെ ചെറുത്തു നിന്നുകൊണ്ട് ഈ കൊടും കുറ്റകൃത്യത്തിനെതിരായി നടത്തിയ അവളുടെ സമരം എന്തെല്ലാം മാറ്റങ്ങളുണ്ടാക്കി. നമ്മുടെ കലയെ, അതിൻ്റെ സമീപന രീതികളെ, ചിന്തയെ, നടപ്പ് സാമൂഹിക ശീലങ്ങളെയൊക്കെ അത് മാറ്റിമറിച്ചു. രാഷ്ട്രീയ ശരിയുള്ള സിനിമകൾ, മോശക്കേടുകൾക്കെതിരായ പുതിയ ചിന്തകൾ, ലിംഗനീതിക്കായുള്ള പുത്തൻ സമരങ്ങൾ, ഫോറങ്ങൾ, കമ്മിറ്റികൾ, കോൺക്ലേവുകൾ, എന്തിന് സർക്കാർ നയങ്ങളെപ്പോലും അവളുടെ ജീവിത സമരം സ്വാധീനിച്ചു. അവൾ എത്രയോ മുമ്പ് ഈ പോര് ജയിച്ചതാണ്. ബെർത്തോൾഡ് ബ്രഹത്തിൻ്റെ വരികൾ ഓർക്കുകയാണ്: ഒരു ദിനമെങ്കിലും പൊരുതി നിന്നോർ അവരെത്ര നല്ലവർ, ഒരു നീണ്ട വർഷം പൊരുതി നിന്നോർ അവരതിലേറെ നല്ലവർ. എന്നാൽ മറക്കായിക, ഒരു ജീവിതം മുഴുവൻ പൊരുതി നിൽപ്പോർ അവരത്രേ പോരിൻ്റെ സത്തയും സാരവും. അവളുടെ തുടരുന്ന സമരത്തിന് RDXൻ്റെയും ന്യൂസ് മലയാളം ചാനലിൻ്റെയും സ്നേഹാഭിവാദ്യങ്ങളും പിന്തുണയും ഇനിയും അവൾക്കൊപ്പം തന്നെയായിരിക്കും.